നല്ലൊരു രാത്രിയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ നേരുന്നത്. 24ന്റെ ചെയർമാൻ നിങ്ങൾക്കറിയാം ആലിംഗൽ മുഹമ്മദാണ്. ആലിംഗൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞാൽ അദ്ദേഹം ഈ നെറ്റ്വർക്കിൻ്റെ അഭിമാനമാണ്. പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. വാക്കും പ്രവൃത്തിയും തമ്മിൽ നല്ല യോജിപ്പുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ടർ TV ഒരു വാർത്ത പുറത്തുവിട്ടു. അതായത് ഈ വാർത്ത പുറത്തുവിട്ട എന്ന് വെച്ചാൽ അവർ നമ്മുടെ ആലിംഗൽ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ചെയർമാനെ എന്തെങ്കിലും കരിവാരി തേക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലൊരു നാടകം കളിച്ചതാണ്. നിങ്ങൾക്കറിയാം അവർ ഈ ടെലിവിഷൻ നടത്തിയൊരു തട്ടിപ്പ് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയായിട്ട് ഞാൻ കൊടുത്തു. ആ പരാതിയിൽ 4 മാസം അന്വേഷണം നടത്തിയിട്ട് പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ റിപ്പോർട്ടർ TVക്ക് എതിരായിട്ട് നടപടികൾ വരുന്നു. ഇന്നലെ കേരള പോലീസ് FIR ഇട്ട് 1-ാം പ്രതിയായിട്ട് ബാർക്കിൽ ജോലി ചെയ്യുന്ന പ്രേംനാഥ് എന്ന ചെറുപ്പക്കാരനെയും പിന്നീട് നമ്മുടെ ഈ റിപ്പോർട്ടർ TVയെയും അതിൻ്റെ MDയെയും ഒക്കെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തതോടെ അവർക്ക് സ്ഥലജലപ്പുറം പിടിപെട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ ആലിംഗൽ മുഹമ്മദിനെ ഒന്ന് വരട്ടിയാൽ ഇതൊക്കെ അവസാനിക്കും. സത്യത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന ആളുകളൊന്നും അങ്ങനെ വരളില്ലെന്നേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെയർമാൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ അദ്ദേഹം അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ അധിപനാണ്. അദ്ദേഹം അവിടെ നിന്ന് നമ്മോട് സംസാരിച്ചു. ഒരു തട്ടിപ്പുകാരൻ്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടതെന്ന് ആലിംഗൽ മുഹമ്മദ് പറഞ്ഞു. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ ഈ അബ്ദുൽ സലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ അറിയിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്നുകൂടി പറയാം. ഹൈക്കോടതിയിലെ വളരെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് S. രാജീവായിരിക്കും ആലിംഗൽ മുഹമ്മദിന് വേണ്ടി അഭിഭാഷകൻ്റെ നോട്ടീസ് അയക്കുകയും 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യമുള്ള മാനനഷ്ട കേസ് പ്രൊസീഡ് ചെയ്യുന്നതും. ജിദ്ദയിൽ നിന്ന് ആലിംഗൽ മുഹമ്മദിൻ്റെ വാക്കുകൾ. ഇന്ന് രാവിലെ റിപ്പോർട്ടർ TV വെളിപ്പെടുത്തിയ ഒരു ന്യൂസ് കേൾക്കാൻ ഇടയായി. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. മാത്രമല്ല, ആ കേസിലെ ആസ്പദമായ FIR കാണാനിടയായി 2015 എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കേസിന് പോകുന്നത് 2025 ഫെബ്രുവരിയിലാണ്. ഇതിനിടയിൽ എന്ന് ഇത് സംഭവിച്ചു, എപ്പോഴാണ് എന്നുള്ള ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ അന്ന് കൊച്ചിയിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കെൻ്റെ പാസ്പോർട്ട് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ വിശദമായിട്ടൊന്നും അതിൽ കാണാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ ഈ ന്യൂസിൽ ഇത് പറയാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടികളുമായിട്ട് അബ്ദുൽസലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം ഇവിടെ പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്, എന്നേറ്റ് ഇടപാടുള്ള ആളുകളുണ്ട്, എൻ്റെ കുടുംബ മിത്രാദികളുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇത് കേട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ 62 വയസ്സിനുള്ളിൽ ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ആരോടും ഒരു വേണ്ടാത്ത കാര്യങ്ങളും ആരെങ്കിലും മറ്റുള്ള രീതിയിൽ പറ്റിക്കുകയോ ചെയ്തൊരു ചരിത്രം പറയാനില്ല. അത് തികച്ചും നല്ല ബോധത്തോടെ തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഈ കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇതിനെ എങ്ങനെ നേരിടണം നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മളതിനെ നേരിടും എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.